ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികൾ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുകയാണ്. രവീന്ദ്രനാഥ ടാഗോർ, അപ്പം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദേശം എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ബർത്ത് പ്ലേസ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ. ആൻസർ വെസ്റ്റ് ബംഗാൾ. ബർത്ത് പ്ലേസ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ. ആൻസർ വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ഏതു പേരിൽ അറിയപ്പെടുന്നു? രവീന്ദ്രനാഥ ടാഗോർ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഗുരുദേവ് എന്ന് അറിയപ്പെടുന്നു. രവീന്ദ്രനാഥ ടാഗോർ ഈസ് നോൺ ആസ് ഗുരുദേവ്. രവീന്ദ്രനാഥ ടാഗോർ ഗുരുദേവ് എന്നറിയപ്പെടുന്നു. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചതാരാണ്? ഗാന്ധിജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചതാരാണ് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി കോൾഡ് രവീന്ദ്രനാഥ ടാഗോർ ആസ് ഗുരുദേവ്. അതുപോലെ പറയുകയാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ 1901 ശാന്തിനികേതൻ സ്ഥാപിച്ചു. 1901 ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ ഫൗണ്ടഡ് ശാന്തിനികേതൻ ഓൺ 1901. 1901 ശാന്തിനികേതൻ സ്ഥാപിച്ചു രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ ശാന്തിനികേതൻ കാലാന്തരത്തിൽ എന്തായി മാറി? ശാന്തിനികേതൻ കാലാന്തരത്തിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുകയുണ്ടായി. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ശാന്തിനികേതൻ്റെ പുതിയ പേരെന്താണ്? ശാന്തിനികേതൻ്റെ പുതിയ പേര് വിശ്വഭാരതി സർവകലാശാല എന്നാണ്. ന്യൂ നെയിം ഓഫ് ശാന്തിനികേതൻ. ആൻസർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ ഓൾഡ് നെയിം ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ ശാന്തിനികേതൻ. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ജനഗണമന, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. നാഷണൽ അന്തം വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനമായ ജനഗണമന എവിടെ നിന്നും എടുത്തിരിക്കുന്നു? എവിടുന്നാണ്? ഗീതാഞ്ജലിയിൽ നിന്നും എടുത്തിരിക്കുന്നു. കേട്ടോ, ജനഗണമന വാസ് ടേക്കൺ ഫ്രം ഗീതാഞ്ജലി. ഗീതാഞ്ജലിയിൽ നിന്നും എടുത്തിരിക്കുന്നു. ജനഗണമന ഏതു ഭാഷയാണെന്ന് ചോദിച്ചാൽ ജനഗണമന റിട്ടൺ ഇൻ ബംഗാളി ലാംഗ്വേജ്. ജനഗണമന എഴുതിയിരിക്കുന്നത് ബംഗാളി ലാംഗ്വേജിലാണ്. ജനഗണമന ആലപിക്കാൻ വേണ്ടുന്ന സമയം, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ടുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ദ ടൈം ടേക്കൺ ഫോർ സിംഗിങ് നാഷണൽ അന്തം. ആൻസർ 52 സെക്കൻഡ്സ്. അതുപോലെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു രാഗത്തിലാണ്? ഏത് രാഗമാണ്? ശങ്കരാഭരണമാണ്. കേട്ടോ, ജനഗണമനയുടെ രാഗമാണ് ശങ്കരാഭരണമാണ്. അതുപോലെ വിശ്വഭാരതിയിലുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മുറി ഏതാണെന്ന് ചോദിച്ചതാണ് ജെറോ സോങ്കോ ഭവനാണ്. അതുപോലെ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ വില്യം ഷേക്സ്പിയറും കാളിദാസനും കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ മറുകര കണ്ട മറ്റൊരു അതുല്യ പ്രതിഭയാണ് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാളി സാഹിത്യത്തിൽ രവീന്ദ്രനാഥ ടാഗോറിനോട് കിടനിൽക്കുവാൻ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ ഫസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ വാസ് ദ ഫസ്റ്റ് നോബൽ സമ്മാനം നേടുന്ന, സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഫസ്റ്റ് ഇന്ത്യൻ ഹൂ വൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ആൻസർ എന്താണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോറാണ്. വർഷം ചോദിച്ചാൽ 1913. രവീന്ദ്രനാഥ ടാഗോർ വൺ ദ നോബൽ പ്രൈസ് ഓൺ 1913 ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ ഇനി പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ചാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഗീതമായ
വന്ദേ മാതരം എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നാഷണൽ സോങ് വന്ദേ മാതരം. നാഷണൽ സോങ് വന്ദേ മാതരം. വന്ദേ മാതരം വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതുപോലെ വന്ദേ മാതരം ഏത് ഭാഷയാണ്? വന്ദേ മാതരം റിട്ടൺ ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ലാംഗ്വേജ്. വന്ദേ മാതരം ഏത് ഭാഷ തന്നെയാണ്? ബംഗാളി ഭാഷ തന്നെയാണ്. അതുപോലെ വന്ദേ മാതരം എവിടെ നിന്നും എടുത്തിരിക്കുന്നു? വന്ദേ മാതരം ആനന്ദമഠത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. വന്ദേ മാതരം വാസ് ടേക്കൺ ഫ്രം ആനന്ദമഠം. ആനന്ദമഠത്തിൽ നിന്നുമാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ഇൻ ഇന്ത്യ. രാജ്മോഹൻസ് വൈഫ്. ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ഇൻ ഇന്ത്യ. ആൻസർ രാജ്മോഹൻസ് വൈഫ്. ഈ രാജ്മോഹൻസ് വൈഫ് എഴുതിയതാരാണ്? രാജ്മോഹൻസ് വൈഫ് എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രാജ്മോഹൻസ് വൈഫ് വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രാജ്മോഹൻസ് വൈഫ് എഴുതിയത്. നമ്മൾ ദേശീയ ഗാനം ദേശീയ ഗീതം എന്ന് പറഞ്ഞു. അതുപോലെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നതിലാണ് ബംഗാളി ലാംഗ്വേജ്. ദേശീയ ഗീതവും എഴുതിയിരിക്കുന്ന ലാംഗ്വേജിലാണ് ബംഗാളി ലാംഗ്വേജിലാണ്. ബംഗാളി എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഇൻ ഇന്ത്യ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇൻ ബംഗാളി ലാംഗ്വേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളിയാണ്. അതുപോലെ ഇന്ത്യയിൽ ബംഗാളി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകരം തെറ്റിപ്പോയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് കേട്ടോ. ഇൻ ഇന്ത്യ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇൻ ഹിന്ദി ലാംഗ്വേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് കേട്ടോ. പകരം തെറ്റിപ്പോയതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതുപോലെ ഹിന്ദി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഏത് ഭാഷയ്ക്കാണ്? ഹിന്ദി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ഇൻ ഇന്ത്യ സെക്കൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇൻ ബംഗാളി ലാംഗ്വേജ് കേട്ടോ. ഇന്ത്യ ഭാരതത്തിൽ ഈ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗാളി ഭാഷയിലാണ്. അതുപോലെ ജയദേവൻ ഗീതഗോവിന്ദം രചിച്ച ഭാഷ ഏതാണ്? ജയദേവൻ ഗീതഗോവിന്ദം രചിച്ച ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ജയദേവൻ ഗീതഗോവിന്ദം രചിച്ച ഭാഷ ബംഗാളി. ഗീതഗോവിന്ദം വാസ് റിട്ടൺ ബൈ ജയദേവൻ ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ഭാഷയിലാണ് ജയദേവൻ ഗീതഗോവിന്ദം എഴുതിയിരിക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഭാഷകളെ കുറിച്ചുള്ള പഠനം ഫിലോളജി. സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്. ആൻസർ ഫിലോളജിയാണ് കേട്ടോ. ഓർത്ത് വെച്ചുകൊള്ളുക. ഭാഷകളെ കുറിച്ചുള്ള പഠനം ഫിലോളജി. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? തെലുങ്കാണ്. ഇൻ സൗത്ത് ഇന്ത്യ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇൻ തെലുങ്കു ലാംഗ്വേജ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് എവിടെയാണ്? തെലുങ്ക് ഭാഷയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പരീക്ഷകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ചൈനീസ് മന്ദാരനാണ്. ചൈനീസ് മന്ദാരൻ വേൾഡ് കേട്ടോ. മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇൻ ചൈനീസ് മന്ദാരൻ കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാണ് ചൈനീസ് മന്ദാരനാണ്. ഇപ്പം ഞാൻ ഇതിലൂടെ വന്നത് പുതിയകാവ് മാവേലിക്കായുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ആർക്കും കേൾക്കാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. എന്താണ് പഠിക്കാവുന്നതാണ്. പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ പ്രയോജനപ്പെടുന്നതാണ്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകൾക്കും എന്താണ് ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻസ് പരീക്ഷകളിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതാണ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. അല്ലെങ്കിൽ ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, ചോദിക്കാൻ സാധ്യതകളേറെയുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ. വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ കാണുന്നവർക്ക് എന്തോ വീഡിയോ കാണുക. അതുപോലെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് എന്താണ്? വേണ്ടത് പരിശ്രമമാണ് നമുക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ ഒരു തവണ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പരാജയപ്പെട്ടു എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിശ്രമം നിർത്തുവാൻ പാടില്ല. നമ്മൾ സദാ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലെങ്കിൽ വേറൊന്ന് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുമെന്നാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ തെളിച്ചമുണ്ടെങ്കിൽ വെളിച്ചമുള്ളൊരു വഴി നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുമെന്നാണ് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എന്തിനും ട്രൈ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് കഴിയും, ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. എങ്കിൽ തന്നെയും നമ്മൾ സദാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഒരിക്കലും മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുകയാണെങ്കിൽ അതെന്താണ്? ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ നന്മയുള്ള പ്രവൃത്തികളാണ് എന്ത് നൽകുന്നത്? ഒരു വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്നത് കേട്ടോ. അപ്പോൾ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സംതൃപ്തിയുടെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നന്മകളാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളൊക്കെ നന്മയുള്ളവരാണോ? നിങ്ങൾ നന്മയുള്ളവരാണോ? ഞാൻ നന്മയുള്ളവനാണോ? അപ്പം ഒരു വ്യക്തിയുടെ മനസ്സ് നന്മയുള്ളതാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിയോട് ഒരു ദ്രോഹചിന്തയില്ല എങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ നന്മയുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്മയുള്ളവരാണ് കേട്ടോ. ഒരിക്കൽ പോലും ഒരു വ്യക്തിയോടുള്ള ദ്രോഹചിന്തകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുവാൻ പാടില്ല. നല്ല ചിന്തകൾ, നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും നല്ലതാണ്. നമ്മളെ ഉയർത്തുന്നതാരാണ്? നമ്മളെ വളർത്തുന്നതാരാണ്? നല്ല ചിന്താഗതികളാണ് നമ്മളെ ഒരുപാട് ഹൈറ്റ്സിലേക്ക് ഉയർത്തുന്നത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയും. പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമായിട്ട് നമ്മൾ തൽക്കാലം നിർത്തുവാണ്. ഇപ്പം തന്നെ 12 മിനിറ്റ് വീഡിയോ ആയി. അപ്പം തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരെന്തെങ്കിലും തുടർച്ചയായിട്ട് കാണുക കേട്ടോ.